ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ഈ സ്നാക്സിന് വേണ്ടി ഞാൻ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറുടെ ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ക്യൂമിൻ സീഡ്സിലെ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ലെമൺ ഇതുപോലെ ഒന്ന് ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് വിനെഗറും ആണെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഈ ടൈമിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ടാക്കി എടുക്കാനുണ്ട് ഇതിന് വേണ്ടി. അപ്പോൾ അതൊന്ന് കട്ടാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അത് ക്യാബേജ്, കുക്കുംബർ, പിന്നെ അതുപോലെ ക്യാപ്സിക്കം, ക്യാരറ്റ്, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അതിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്ര വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ക്യാബേജ് ഇപ്പോൾ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ്, അതുപോലെ തന്നെ 1/4 കപ്പ് ക്യാപ്സിക്കം, അതുപോലെ ഒരു 1/2 കപ്പോളം കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ചെറിയ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബണ്ണ് എടുക്കുക. ഇപ്പോൾ ഞാൻ ചെറിയ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അതിന് മുമ്പ് നമുക്ക് മയോണൈസ് ഒന്ന് തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടി ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഇത് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇത് കുരുമുളക് പൊടി, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വിനെഗറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനിടയിൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മയോണൈസൊക്കെ നല്ല പോലെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത്ര നല്ല തിക്കായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാ വെജിറ്റബിൾസും കട്ടാക്കിയ വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരി, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക.
ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പകുതി ചേർത്ത് കൊടുക്കുക, പകുതി കുറച്ച് മാറ്റി വെക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ബണ്ണെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. അത് ആവശ്യമൊന്നുമില്ല, എങ്കിലും ഒന്ന് ചൂടാക്കിയെടുത്താൽ നല്ലതാണ്. അതുകൊണ്ട് ഞാനൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ബണ്ണ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ബണ്ണെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് ഈ ബണ്ണിലേക്കൊന്ന് ഫില്ലാക്കി കൊടുക്കണം. അതിനുവേണ്ടി ഇതാ ഒരു ബണ്ണിൻ്റെ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒരു അറ്റം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് അതിൽ നിന്ന് കുറച്ച് പോർഷന് എടുക്കാം. ഓവറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിങ്സ് നിറക്കാനുള്ള ഒരു ഭാഗം മാത്രം നമുക്കിതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം, ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റേ സൈഡ് ഞാൻ കുറച്ച് മയോണൈസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടതിനും പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു സൈഡ് കെച്ചപ്പും ഒരു സൈഡ് മയോണൈസും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫില്ലിങ്സ് ഇതുപോലെ നല്ല പോലെ ഒന്ന് വെച്ചുകൊടുക്കുക, ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ബൺസൊക്കെ നല്ല പോലെ ഒന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ ഒന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഞാനൊരു ട്രേയിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക. ഇതുപോലെ എല്ലാ ബൺസിൻ്റെയും ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മുടെ ബാക്കി വന്ന ചിക്കൻ ഫ്രൈ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കുറച്ച് മയോണൈസ് കെച്ചപ്പ് അതൊക്കെ വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈയിൽ തന്നെ ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിന് ചിക്കൻ സാൻഡ്വിച്ച് എന്നോ പോക്കറ്റ് ഷവർമയെന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കുക. അപ്പോൾ അങ്ങനെ പേരൊന്നുമില്ല, ഒരു അടിപൊളി ഐറ്റാണെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായ ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.